ഇത് ഒരു പാർട്ടിയുടെ പ്രതികരണമായിട്ടോ ഒന്നും എടുക്കണ്ട. ഇതെന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള, ഞാനെന്ന് മേജർ രവി ഒരു ഹിന്ദു സമുദായത്തിൽ ജനിച്ചിട്ടുള്ളതും ആ ആചാരങ്ങളെ ഫോളോ ചെയ്തിട്ടുള്ള ഒരാളായിട്ട് ബ്രിട്ടാസിന് ഉത്തരം കൊടുക്കാനെന്ന് പറഞ്ഞാൽ അതൊരു ഉത്തരം കൊടുക്കലല്ല, ചില കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടി, എന്തെങ്കിലും 4 കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഏത് സമയത്ത് നോക്കിയാലും ഈ ഹിന്ദു സമുദായത്തിന്റെ മുകളിൽ മാത്രം കുതിര കയറുന്ന ഒരു സ്വഭാവം ശ്രീമാൻ ബ്രിട്ടാസിനുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് ഇതേപോലെ എൻ്റെ മുസ്ലിം സഹോദരങ്ങളുടെ അവരുടെ ഇതുപോലുള്ള വിശ്വാസങ്ങൾ കൈകടത്തിയിട്ട് ഒരു വാക്ക് പറയാനുള്ള ചാങ്കൂറ്റ ഈ മനുഷ്യനുണ്ടോ? ഇല്ല. അതെന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഹിന്ദു ജനറലി അവർ റിയാക്ട് ചെയ്യാറില്ല വിട്ടേക്ക്. കാരണം അത് സനാതന ധർമ്മത്തിന്റെ ഒരു ഭാഗമാണത്. ഇവനെയൊക്കെ വള്ളിച്ചൂടിൽ അടിക്കാൻ ഇവിടെ ആളില്ലാഞ്ഞിട്ടാ. ലിവ് ആൻഡ് ലെറ്റ് ലീവ് എന്നുള്ളത്. അത് വിചാരിച്ചിട്ട് ഈ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഒരു MP, അദ്ദേഹം ഇലക്ടഡ് ഒന്നല്ല, അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദാര്യത്തിൽ MP ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. പാർട്ടിക്കാരൻ പോലും അല്ല അദ്ദേഹം. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഈ മലയാളികളുടെ കയ്യിൽ നിന്ന് വല്ലതും 4 കയ്യടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുംഭമേളയിൽ മുങ്ങി കുളിച്ചാൽ അതാവോ ഇതാവും. കുംഭമേളയിൽ മുങ്ങി കുളിക്കുന്ന അദ്ദേഹത്തിന്റെ തറവാട്ടിലുള്ള കുടത്തലൊന്നുമല്ലല്ലോ. താങ്ക് യു. അത് ചില ആചാരപരമായിട്ടുള്ള ചില കാര്യങ്ങളിൽ അത് ചില സംഭവങ്ങളൊക്കെ പൈതൃകമായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ആരോട് പറയാൻ? ഇല്ലെങ്കിൽ ഈ കോടിക്കണക്കിന് 20, 30, 40 കോടിക്കണക്കിന് ആളുകൾ ഒരു സ്ഥലത്ത് സംഗമിക്കുന്നത് അതൊരു വിശ്വാസത്തിന്റെ ഇതിനാണ്. ആ വിശ്വാസികളെ കയറിയിട്ട് ചൊറിയാൻ നിൽക്കരുത്. അതിനൊന്നും ആയിട്ടില്ല. കാരണം ഇദ്ദേഹം ഈ വെറുതെ കയ്യടി വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പാർലമെന്റിൽ വല്ലതും 2 മുറി ഇംഗ്ലീഷും പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത് പോലെ മലയാളത്തിൽ ഹിന്ദുക്കളെ കയറിയിട്ട് ചൊറിയാൻ നിൽക്കരുത്. ഇതേ ആളോട് ഞാനൊന്ന് ചോദിക്കുകയാണ്, MP അല്ലേ, താങ്കൾ ഇതൊന്ന് ഹിന്ദിയിൽ അവിടെ നോർത്തിൽ ഇരുന്നിട്ട് ഇതൊന്ന് പറയും, അപ്പൊ അറിയാൻ വിവരം എന്താണെന്നുള്ളത്. അതുകൊണ്ട് ഇനി മേലിലെങ്കിലും ഹിന്ദുവിനെ കയറി ചൊറിയുന്ന പരിപാടി, അതാണ് ഞാൻ പറയുന്നത്. ഞാൻ പാർട്ടിക്കാരനായിട്ടല്ല പറയുന്നത്. ഞാൻ മേജർ രവി എന്ന് പറയുന്ന ഹിന്ദു സമുദായത്തിൽ ജനിച്ചു വളർന്ന ആ സംസ്കാരത്തിനെ ഫോളോ ചെയ്യുന്നു. അപ്പൊ ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഞാൻ ഒരിക്കലും ചോദിച്ചില്ല, നിങ്ങളുടെ മകളെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ കല്യാണം പള്ളിയുടെ ആചാരപ്രകാരം നടത്തിയത്, അല്ലെങ്കിൽ മാമോദീസ മുക്കിയിട്ടില്ലേ? നിന്റെ കാര്യങ്ങളൊക്കെ നേരത്തിനും കാലത്തിനും ഭംഗിയായിട്ട് നടക്കുന്നുണ്ടല്ലോ. അതൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുക്കലിനും ആ മുക്കലിനും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് തോന്നുന്നു. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ഒരു പ്രത്യേക ജീവിതമല്ലേ. ഇപ്പൊ ഇവിടെ ഗംഗയിൽ മുങ്ങുന്നതും മാമോദിസ മുങ്ങുന്നതും ഇതൊക്കെ ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നമ്മൾ വെറുതെ വർഗീയത ഉണ്ടാക്കുകയാണ്. അത് പിന്നെ നമ്മുടെ പണി അങ്ങനെയായി പോയില്ലോ. അപ്പൊ ഇദ്ദേഹത്തിനോട് തന്നെ എനിക്ക് ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ MP ആയിരിക്കാം, എന്തോ ആയിക്കോട്ടെ, പക്ഷെ ഞാനെന്ന് പറയുന്ന ഹിന്ദുവിന്റെ നെഞ്ചത്ത് കയറാൻ നിൽക്കരുത്. അത് നമ്മൾ മിണ്ടാതിരിക്കുന്നത് കണ്ടിട്ട് ഞങ്ങളുടെ വീക്ക്നെസ് ആണെന്ന് ഒരിക്കലും കണക്കാക്കരുത് എന്നുള്ള മാത്രം ഒരു വാക്ക് എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു പാർട്ടിയുടെയും ബലം എടുക്കുന്നില്ല, ഒന്നും എടുക്കുന്നില്ല. താങ്കൾ പറഞ്ഞത് തെറ്റാണ്. ആ തെറ്റിനെ താങ്കൾ അത് തിരുത്തണം. ഞങ്ങളുടെ വിശ്വാസത്തിൽ കയറി ഒരിക്കലും വേണ്ട. അത്ര എനിക്ക് പറയാനുള്ളൂ. ഇനി തോന്നിയാസം പറഞ്ഞു നടന്നാലുണ്ടല്ലോ നാട്ടിലടിച്ചാൻ സൂപ്പാക്കും. ഇപ്പൊ ജോൺ ബ്രിട്ടാസിന്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞപ്പം അദ്ദേഹത്തിന് ബജറ്റിന്റെ കാര്യം ചോദിക്കുമ്പോൾ ഈ ഗംഗയിലത്തെ ഇതിനെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. കാരണം എന്താണ്, പറയേണ്ടി വന്നു. ബജറ്റിനെ കുറിച്ച് അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല, അദ്ദേഹത്തിന് പാർട്ടിക്കും പറയാനില്ല. അങ്ങനെ തോറ്റു കൊടുക്കാനൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം അത്രയും നല്ലൊരു ബജറ്റ് അവിടെ അവതരിച്ചപ്പോൾ പിന്നെ ഇപ്പോൾ ഗംഗ എടുക്കുക അല്ലെങ്കിൽ മഹാകുംഭം എടുക്കുക, അവിടെ മുങ്ങി കുളിച്ചു. പക്ഷെ അത് കയ്യടി നേടാൻ വേണ്ടിയിട്ട് എന്തിനാണ് ഈ ഹിന്ദുക്കളുടെ മേക്കെട്ട് കയറുന്നത്? ഞാൻ ഇതേപോലെ 10 ചോദ്യം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് ചോദിച്ചാൽ അത് എൻ്റെ സംസ്കാരത്തിന് പറ്റാത്തതാണ്. കാരണം ഞാനൊരു മനുഷ്യനാണ്, മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു സനാതന ധർമ്മി. അതുകൊണ്ട് അത് വിട്, എന്നെ കൊണ്ട് വെറുതെ നീ മാതൃഭാഷ തെറി പറയിപ്പിക്കല്ലേ. ഞാൻ ഇന്നും കൂടെ കൊണ്ടു നടക്കുന്ന എൻ്റെ ഹിന്ദു മുസ്ലിം സഹോദരന്മാരെ ഞങ്ങൾ തോളോട് കൂടെ ചേർത്ത് കൊണ്ടു നടക്കുന്ന ആൾക്കാർ. ഒരിക്കലും അവൻ്റെ വിശ്വാസത്തെ ഞാൻ വ്രണപ്പെടുത്തില്ല, എൻ്റെ വിശ്വാസത്തിൽ എൻ്റെ സുഹൃത്തുക്കളും വ്രണപ്പെടുത്താറ്. ഇതുപോലെ വല്ല ആളുകളുടെയും ഔദാര്യം കൊണ്ട് രാജ്യസഭയിൽ കയറിയിരുന്നിട്ട് അവിടെ MP ആണെന്നും പറഞ്ഞിട്ട് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നത് ആദ്യം പറഞ്ഞേൽപ്പിച്ച ചില കാര്യങ്ങൾ ചെയ്യാനെ കൊണ്ടാണ്. എന്തിനാ മിസ്റ്റർ ജോൺ ബ്രിട്ടാസ് യു അൺനെസറിലി ചൊറിയഫൈങ് ദിസ് ഹിന്ദുസ്? അത് നിർത്തിക്കൂടാ നിങ്ങൾക്ക്? നിങ്ങളൊന്നിപ്പോൾ റെസ്പോൺസിബിൾ MP സ്ഥാനത്തിരിക്കുകയാണ്. സോ ബിഹേവ് ലൈക്ക് എ മെച്യൂർഡ് പേഴ്സൺ. അദ്ദേഹം മറ്റുള്ളവർക്ക് എൻ്റെ ഫ്ലാറ്റിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. ആ ഫ്ലാറ്റ് പൊളിയുന്ന സമയത്ത് അദ്ദേഹം ചീഫ് മിനിസ്റ്റർ കൂടെ ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾ ചീഫ് മിനിസ്റ്ററെ കാണാൻ പോയപ്പോൾ പോലും ഇദ്ദേഹം വന്നിട്ടില്ല കൂടെ. നല്ല സ്വഭാവം. അപ്പം ഇദ്ദേഹം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്നുമല്ല, തന്നെത്താനുള്ള എൻ്റെ കാര്യം നടത്താൻ വേണ്ടിയിട്ടുള്ള ഒരു MP സ്ഥാനം. അപ്പം അതുകൊണ്ട് എൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതി, എൻ്റെ സംസ്കാരം മാത്രം നോക്കിയാൽ മതി, മറ്റുള്ളവൻ്റെ വികാരങ്ങളെ വ്രണപ്പെടുത്താൻ നോക്കരുത് എന്നുള്ളൊരു വാണിംഗ് ആണ് ഞാനിപ്പോൾ ഈ പറയുന്നത്. ചക്കാത്തിന് കുടിക്കാനും നക്കാനും കിട്ടണുണ്ട്, ആയിക്കോ, പക്ഷെ ആളാകാൻ നിൽക്കണ്ട. അതുകൊണ്ടാണ് ഞാനിപ്പം നിങ്ങൾ ചോദിച്ചപ്പോൾ യെസ് ഐ ഗോട്ട് സംതിങ് ടു സേ എന്നുള്ളത്. അതിനകത്ത് ഐ മീൻ ഇറ്റ് എന്നുള്ളതാണ്.